ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഈ പുഡിങ് കഴിച്ചിട്ട് വണ്ണം കുറയ്ക്കുന്നതെന്ന്. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ ആവശ്യമുള്ളതെന്ന് നോക്കാം. കസ്കസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അതേപോലെ തന്നെ കുറച്ച് മാംഗോസ് പീസസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അതേപോലെ ഹണി, പിന്നെ തിക്ക് കോക്കനട്ട് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട് ഞാൻ. അതേപോലെ കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ടാണോ ഉള്ളത് ആ നട്ട്സ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഞാനിവിടെ ബ്ലാക്ക് കളർ കസ്കസ് ആണ് എടുത്തിരിക്കുന്നത്. ബേസിൽ സീഡ്സ് എന്നും പറയും ഇതിനെ. പോപ്പി സീഡ്സ് അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് പല കളറിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കസ്കസിൻ്റെ ഒരുപാട് പൊട്ടാസ്യം, അതേപോലെ കാൽസ്യം, അയൺ, മാഗ്നീഷ്യം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് കാഴ്ചശക്തിക്കും ഉറക്കമില്ലായ്മ എന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വളരെ നല്ലതാണ്. ഓർമ്മശക്തിക്കായാലും നമ്മുടെ എല്ലുകളുടെ ബലക്ഷയമൊക്കെ ഇല്ലേ, അതൊക്കെ പരിഹരിക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് ഈ കസ്കസ്. അപ്പോൾ പലർക്കും ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയില്ല. അപ്പം നമ്മളിത് സാധാരണയായിട്ട് ഡെസേർട്ടുകളിലും അതേപോലെ തന്നെ പാനീയങ്ങളിലും ഇത് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, പണ്ടേ തൊട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കോക്കനട്ട് മിൽക്കിൽ ഇത് കുതിർത്തിയെടുക്കണം. അപ്പോൾ നമ്മളെടുക്കുന്ന കസ്കസിനേക്കാളും ഇരട്ടിയായിരിക്കണം നമ്മളെടുക്കുന്ന കോക്കനട്ട് മിൽക്കിൻ്റെ അളവ് എന്ന് പറയുന്നത്. എന്നാലാണ് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും നല്ലപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതല്ലെങ്കിൽ സാധാ പോലെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിച്ചാലും നല്ലതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കസ്കസിന് പകരമായിട്ട് ചിയ സീഡ്സ് എന്നും പറഞ്ഞ് കിട്ടും. അതും വാങ്ങിച്ച് ഉപയോഗിച്ചാലും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഇത് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കസ്കസ്. അപ്പോൾ അതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം ഇതിലിട്ടിട്ട് കുതിർക്കാൻ. എന്തോരം സമയം ഇത് ഫുള്ളായിട്ട് കുതിർന്ന് കിട്ടുമോ അത്രയും സമയം നമ്മളിത് വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ ഈ പുഡിങ്ങൊക്കെ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മൾ വെയിറ്റ് ലോസിന്. അപ്പോൾ ഇത് ലഞ്ചിന് പകരമായിട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് എല്ലാവരും കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന മിൽക്കിൻ്റെ അളവ് കൂടിപ്പോയി ശരിക്കും വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ പുഡിങ്ങാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് കോക്കനട്ട് മിൽക്ക് ചേർത്താലേ നമുക്ക് ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഹണിയാണ്. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഹണി ഇപ്പോൾ മധുരം വേണ്ട എന്നുണ്ട് ഉള്ളവർക്കാണെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ തന്നെ പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ ഇതിലങ്ങോട്ട് മിക്സ് ആവാൻ കുറച്ച് പ്രയാസപ്പെടും. അപ്പോൾ ഹണി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം, കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് നല്ല പോലെ ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് മിൽക്ക് തന്നെ എടുക്കണമെന്നില്ല. സാധാ വെള്ളത്തിലായാലും കുതിർത്താൽ മതിയാകും. പക്ഷേ പുഡിംഗ് ആണല്ലോ, കുറച്ച് റിച്ച് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കോക്കനട്ട് മിൽക്കിൽ ചെയ്യുമ്പോൾ. അപ്പോൾ കോക്കനട്ട് മിൽക്ക് എടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ളത് എടുക്കാനും ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ല പോലെ ഇത് ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബേസായിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കസ്കസിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളും അതേപോലെ തന്നെ ഒരുപാട് ന്യൂട്രിയൻസും ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ സൗന്ദര്യത്തിനായാലും അതേപോലെ തന്നെ ആരോഗ്യത്തിനും ഒരുപാട് സഹായിക്കുന്നു. അപ്പോൾ ഹെയർ ഗ്രോത്തിൻ്റെ കാര്യത്തിലായാലും ഇത് ഒരുപാട് ഉപകാരപ്പെട്ട ഒന്നാണ് ഈ കസ്കസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മാംഗോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ടാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ
ഈ മാംഗോസ് ഒന്ന് പ്യൂരി ആയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇപ്പം ഞാൻ പീസസ് ആയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടുമല്ലോ. 2 ഗ്ലാസ്സിലേക്കും ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കസ്കസ് നമുക്ക് കുറച്ചും കൂടി മാംഗോസിൻ്റെ മുകളിലേക്ക് വലിയ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായാലും കസ്കസ് വളരെ സഹായിക്കും നമ്മളെ. അപ്പം വണ്ണം കുറയ്ക്കാൻ അപ്പോൾ ഇതിൽ ഒരുപാട് തന്നെ ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ മനസ്സിലായിക്കൂടെ, ഒരുപാട് ഉപകാരപ്പെട്ട ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ കസ്കസിൽ. അപ്പോൾ നമ്മൾ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് നമ്മുടെ വെയിറ്റ് ലോസിന് വളരെയധികം സഹായിക്കും. ഇനി കുറച്ചും കൂടി മാംഗോസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ സെറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെ ലെയർ ആക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉള്ള പോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ചും കൂടി നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺമേൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി പുഡിങ്. എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.